ബോസ് ലൈവ് അപ്ഡേറ്റ് ഇപ്പഴാ ലൈവിൽ രാത്രി നടക്കുന്ന നമ്മുടെ ബെഡ്റൂമിൽ ലക്ഷ്മിയും നിവിനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ലക്ഷ്മി നിവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇവിടെ നിന്ന് പോയവര് ആര് പോയതാണ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. നിവിന് രണ്ടുപേരുടെ പേര് പറയാൻ പറയുന്നുണ്ട്. നിവിൻ അതിന് മറുപടി പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല, കാരണം പുള്ളിക്കാരൻ മൈക്ക് ഉപയോഗിക്കാതെയാണ് കിടന്നിരുന്നത്. ഉടനെ ബിഗ് ബോസ് വിളിച്ചിരുന്ന് മൈക്ക് എടുത്ത് ഉപയോഗിക്കാൻ നിവിനോട് പറയുന്നു. അതിനുശേഷം നിവിൻ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം പുറത്തിറങ്ങിയവരിൽ ലക്ഷ്മിക്ക് ആരെയാണ് കൂടുതൽ ടച്ച് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒനിയലിന്റെ കാര്യം പറയുന്നത്, ഒനിയലിന്റെ ഏവി, ഇവർക്ക് ഏവിയും ഇവിടെ കാണിക്കുന്നവർക്കും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഏവി കണ്ടപ്പോൾ ഒനിയലിന്റെ ഇറങ്ങുന്നതിന് എനിക്ക് ഭയങ്കരമായി ഫീൽ ചെയ്തിരുന്നു. പക്ഷെ ഏ കണ്ടതിന് ശേഷം ആ ഫീലിംഗ് ഞങ്ങൾ അവസാനിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം പുറത്തിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഹൃദയം പിടിച്ചു പറ്റുന്ന ആള് താനായിരിക്കും എന്ന് ആര് പറയുന്നു? നിവിൻ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലേ വന്ന് ഞാനിവിടെ അങ്ങ് കയറി അങ്ങ് പൂണ്ട് വിളയാടിയില്ലയോ, കിച്ചണിൽ കയറി പൂണ്ട് വിളയാടിയില്ലയോ, പെണ്ണുങ്ങളുടെ ഇടയിലെല്ലാം കയറി അങ്ങ് ഇറങ്ങി മറിഞ്ഞില്ലയോ എന്നൊക്കെ പറഞ്ഞു. ആവശ്യത്തിന് കോമഡി ഇറക്കി, കട്ടെടുക്കുന്ന കള്ളത്തരം കാണിച്ചു, വട്ടെടുത്തു. അതൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, ലാലേട്ടനും ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്നൊക്കെ നിവിൻ പറയുന്നു. അപ്പൊ എൻ്റെ ഏവി വരുമ്പോൾ കുറേ കാര്യങ്ങളുണ്ടാവും, അതെല്ലാം നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ, അപ്പൊ പുറത്തെ ജനങ്ങളുടെ ഇടയിലൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടായിരിക്കും എന്ന് നിവിൻ അവിടെ നിന്ന് പറയുന്നു. അപ്പൊ ലക്ഷ്മിയോട് നിവിൻ ചോദിക്കുന്നുണ്ട്, ഞാൻ തുടക്കത്തിലും വന്നപ്പോൾ ഭയങ്കരമായി കോമഡി ഇറക്കി, കള്ളത്തരം കാണിക്കുന്നതൊക്കെ അവിടെ നിങ്ങൾ പുറത്ത് കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി അവിടെ മറുപടി പറയുന്നുണ്ട്. അത് കേട്ട ഉടനെ നമ്മുടെ ബിഗ് ബോസ് വിളിച്ചു പറയുന്നു, പുറത്തെ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല, പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് വിളിച്ചു പറയുന്നു. ഇപ്പൊ ലൈവിൽ നടന്ന സംഭവമാണ്.